ഹലോ, ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മളൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ടിയുള്ള ഒരു പേപ്പറിൽ നമ്മളൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കൊണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ഫോം ഷീറ്റിൻ്റെ താഴെയുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് വെച്ചിട്ട് ഒരു പേനയോ പെൻസിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ചിത്രം വരക്കാൻ അറിയുന്നവരാണെങ്കിൽ നേരിട്ട് ഈ ഒരു ഫോം ഷീറ്റിൽ ഒരു ബട്ടർഫ്ലൈ വരച്ചെടുത്താൽ മതി. ഞാൻ വരച്ചെടുത്താൽ റെഡി ആവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഷേപ്പ് വെച്ചിട്ട് സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഓരോ കോർണറും നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതൊരു നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ പല ഷേപ്പിലുള്ള സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ടുള്ള സ്റ്റെൻസിലുടെ മേക്കിംഗ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ലൊരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ചൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഒട്ടിക്കാനായിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഗോൾഡൻ കളറിലുള്ള സ്റ്റോണാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അത് ഒട്ടിക്കാനുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള സ്റ്റോണും ബീഡ്സ് എല്ലാം ഒട്ടിക്കാൻ ഞാൻ എപ്പോഴും B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റോണായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ രീതിയിലാണ് സ്റ്റോൺ ഒട്ടിക്കുന്നത്. ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈയിൽ നമ്മൾ ഇത്രയും സ്റ്റോണാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ചെറിയ ഹാഫ് കട്ട് ബീഡ്സ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഭംഗിയിൽ കിട്ടും. ഒട്ടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ B7000 ഗ്ലൂ നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ ബീഡ്സായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ബാക്കി വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ്സാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇതുപോലെയുള്ള ഹെയർ ക്ലിപ്പുകളും ഹെയർ ബാൻഡുകളും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പല കളറുകളിലുള്ള ഫോം ഷീറ്റുകളിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത ഷേപ്പിലുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൽ പലതരത്തിലുള്ള സ്റ്റോണുകളും ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ അലിഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ ഇത് ബട്ടർഫ്ലൈ പാറിപ്പോകുന്നു അലിഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബാൻഡിലോ എല്ലാം ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്ലിപ്പിൽ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നേരെ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെരിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ അതവിടെ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളും. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇതേ ഒരു രീതിയിൽ നമ്മൾ മുമ്പൊരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ.